ഇനി ചിക്കൻ കറി വയ്ക്കാൻ സവാള വഴറ്റി സമയം കളയണ്ട. സമയമില്ലാത്തവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് ചതക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10-15 ചെറിയ ഉള്ളി, അതും ഇതുപോലെ ചതയ്ക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണിലാണ് നമ്മൾ അതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്. ഇനി മുളക് പൊടി, ഇതുപോലെ 2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് 2 സ്പൂൺ മുളക് പൊടി മതിയാകും. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം മാത്രം പൊടിച്ചതാണ്, അത് ഇതുപോലെ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പട്ടയും ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ചത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്യണം. 1 സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, ഇതിങ്ങനെ ചെറിയ ഒത്തിരി ഒരു കരണ്ടി ഉണ്ടല്ലോ, ചെറിയ സൈസിലുള്ള കരണ്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ സവാള വഴറ്റിയൊക്കെയാണ് ചിക്കൻ കറി തയ്യാറാക്കാവുന്നത്. ഇത് സമയമില്ലാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഈ ചിക്കനിലേക്ക് ഇതിലെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇത് ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും സവാളയും ഇഞ്ചി ചതച്ചതും ഈ പൊടികളും എല്ലാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ ഒറ്റ വിസിലിൽ നമുക്ക് ഈ ചിക്കൻ കറി റെഡിയാക്കാം. 1 വിസിൽ മതി. പാത്രത്തിലാണെങ്കിൽ കുറച്ച് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് കുക്കറിലാവുമ്പം സമയമില്ലാത്തവർക്കൊന്നും ബാച്ചിലേഴ്സിനുമൊക്കെ ഈ കുക്കറിൽ 1 വിസിലിൽ തന്നെ നമുക്ക് അടിപൊളി ചിക്കൻ കറി റെഡിയാവും. നമുക്ക് വീട്ടമ്മമാർക്കും രാവിലെ സമയമൊക്കെ ഇല്ല, പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ കുക്കറിൽ ഒറ്റ വിസിലിൽ നമുക്കിത് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അല്പം ഗ്രേവിയൊക്കെ ഈ ചിക്കൻ കറിക്കുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയൊന്നും വേണ്ട, നല്ല തിക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട, 1 സ്പൂൺ വെള്ളമെങ്കിലും ഒഴിച്ചാൽ മതി. കാരണം ഈ ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഇത് ഗ്യാസിൽ വയ്ക്കാം. ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ കറി റെഡിയാവും. ഇനി ഇത് ഗ്യാസിൽ വെച്ച് ഒറ്റ വിസിലൊന്ന് കേൾപ്പിച്ചാൽ മതി. 1 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് ഓഫാക്കണം, ചിക്കൻ അധികം വേവില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ്. സമയമില്ലാത്തവരൊക്കെ ബാച്ചിലേഴ്സും എല്ലാം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ വേണ്ട, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലിൽ നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കാം.